പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ, +1 ഏകജാലക രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 27 പ്രസിദ്ധീകരിക്കുന്നതാണ്. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 6 വരെയാണ് അഡ്മിഷൻ. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് ജനതാ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഈ വീഡിയോയിൽ ഉള്ളത്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് വിവരങ്ങൾ അറിയേണ്ടത്. വെബ്സൈറ്റിലുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അതിലുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് വിശദാംശങ്ങളും റാങ്ക് വിശദാംശങ്ങളും WGPA വിശദാംശങ്ങളും അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് തീയതി ആരംഭിക്കുന്നത് സെപ്റ്റംബർ 28, അവസാന തീയതി ഒക്ടോബർ 6. ഒന്നാം ഘട്ടത്തിൽ ചെയ്ത പോലെ തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അഡ്മിഷന് ഹാജരാകേണ്ട തീയതിയും സമയവും അഡ്മിഷൻ സ്ലിപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ സമയക്രമം പാലിക്കാൻ സാധിക്കാതെ വരുന്നവർ പ്രസ്തുത പ്രിൻസിപ്പാളിൻ്റെ അനുമതി മുൻകൂട്ടി വാങ്ങി അഡ്മിഷൻ സമയം പുനഃക്രമീകരിക്കേണ്ടതാണ്. സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് രണ്ടാം ഘട്ടവും ഇതിൻ്റെ ഒപ്പം പ്രസിദ്ധീകരിക്കുന്നു. സ്പോർട്സ് കോട്ട വിവരങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് അതിലെ സ്പോർട്സ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ ലഭിക്കും. സ്പോർട്സ് കോട്ട അഡ്മിഷൻ തീയതി സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 1 വരെയാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ രണ്ടാം ഘട്ടത്തിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. ഹയർ ഓപ്ഷൻ അനുസരിച്ച് പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ പഴയ സ്കൂളിൽ നിന്ന് വാങ്ങി പുതിയ സ്കൂളിൽ സമർപ്പിക്കുകയും അവിടെ ഫീസ് അടയ്ക്കുകയും വേണം. അതല്ല, ഒന്നാം ഘട്ടത്തിൽ നിന്നും മാറ്റം ഇല്ലാത്ത പക്ഷം പഴയ സ്കൂളിൽ തന്നെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. ഇപ്രകാരം അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ് എന്ന വിവരം പ്രത്യേകം ഓർക്കുക. അവർക്ക് സപ്ലിമെന്ററി അഡ്മിഷനും യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാം ഘട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സെല്ലിൽ നിന്ന് പ്രധാന നിർദ്ദേശമാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ്, അതിൻ്റെ കൂടെ സ്പോർട്സ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ്, കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റ്, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ അഡ്മിഷൻ ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതിലൊക്കെ ഒരേപോലെ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തേടേണ്ടതാണ്. എല്ലാ പ്രവേശന നടപടികളും ഒരേ കാലയളവിൽ നടക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു കോട്ടയിലേക്ക് പ്രവേശനം മാറ്റാൻ സാധിക്കില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വളരെ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർ, പലവിധ കാരണങ്ങളാൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാത്തവർ, ഇവർ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒക്ടോബർ 6 ശേഷം അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾക്കനുസരിച്ച് അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ്. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർ പുതിയതായി അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർ, അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങളാൽ അഡ്മിഷൻ ഡിനേ ചെയ്യപ്പെട്ടവർ സപ്ലിമെന്ററി അഡ്മിഷൻ സമയത്ത് വീണ്ടും അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ്. അതിനുള്ള ഒഴിവുകളുടെ വിശദാംശങ്ങൾ ഒക്ടോബർ 6 ശേഷം hscap.kerala.gov.in എന്ന അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷ പുതുക്കി നൽകേണ്ട സമയക്രമം നമ്മുടെ വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷന് വരുമ്പോൾ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമായ ഈ അവസ്ഥയിൽ
കോവിഡ് പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കുക. സാനിറ്റൈസിങ്, തെർമൽ സ്കാനിങ്, മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം, അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ കൂടെ രക്ഷിതാവ് ഒരാൾ മാത്രമേ പ്രവേശനത്തിന് വരാൻ പാടുള്ളൂ. അഡ്മിഷൻ സമയത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാലിക്കണമെന്ന് അറിയിക്കുന്നു. രണ്ടാം ഘട്ട അഡ്മിഷന് വരുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൽ നിന്നും ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്ററും മറ്റ് അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് പ്രവേശനത്തിന് വരേണ്ടത്. അലോട്ട്മെന്റ് ലെറ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസും വിദ്യാർത്ഥി സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലെറ്ററിന്റെ ഒന്നാമത്തെ പേജ്, അതിലെ കുറേ വിശദാംശങ്ങൾ വിദ്യാർത്ഥി പൂരിപ്പിക്കേണ്ടതാണ്. അതിൽ വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പുവെക്കേണ്ടതാണ്. പുതിയതായി അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ അറിവിലേക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. SSLC മാർക്ക് ലിസ്റ്റ്. സ്കൂളുകളിൽ മാർക്ക് ലിസ്റ്റ് ലഭിച്ചു തുടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇന്റർനെറ്റ് കോപ്പി ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ TC, CC ഒറിജിനൽ, ആധാർ കാർഡിന്റെ കോപ്പി ഒറിജിനൽ കയ്യിൽ കരുതുക. SSLC മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്തതിനാൽ സെയിം പഞ്ചായത്ത്, സെയിം താലൂക്ക് തുടങ്ങിയ ബോണസ് മാർക്കുകൾ ലഭിക്കുന്നതിന് ഒറിജിനൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതിൻ്റെ ഒരു കോപ്പി കൂടി കരുതുക. SSLC സ്കീമിൽ അല്ലാത്ത കുട്ടികൾ സാമുദായിക സംവരണത്തിലൂടെയാണ് പ്രവേശനം നേടുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. എല്ലാ ബോണസ് മാർക്കിന്റെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പിയും അഡ്മിഷന് വരുമ്പോൾ കരുതുക. ടൈ ബ്രേക്കിന് ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ NTSC ഒഴികെ മറ്റെല്ലാതും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത്. IED വിദ്യാർത്ഥികൾ 40% കുറവില്ലാത്ത വൈകല്യം ഉണ്ട് എന്നതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിന്റെ ഫോട്ടോ കോപ്പി കരുതുക. അതുപോലെ തന്നെ SSLC സ്കീമിൽ നിന്നും വിഭിന്നമായി ജാതി രേഖപ്പെടുത്തി സംവരണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SSLC, CBSE, ICSE, THSSLC തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടാത്തവർ കേരള പരീക്ഷാ ഭവനിൽ നിന്നുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൂടാതെ സാമ്പത്തിക സംവരണം ഉപയോഗിച്ച് അഡ്മിഷൻ നേടിയവർ, AAY വിഭാഗത്തിൽപ്പെട്ടവർ അനക്ഷർ 1 മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും, അതുപോലെ തന്നെ മറ്റുള്ളവർ സാമ്പത്തിക സംവരണം അവകാശപ്പെട്ട AAY അല്ലെങ്കിൽ PHH വിഭാഗത്തിൽ പെടാത്ത ആളുകൾ അനക്ഷർ 2 മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി ഒറിജിനൽ അഡ്മിഷന് ഹാജരാക്കേണ്ടതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾക്ക് ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം, ഫോൺ നമ്പേഴ്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയേണ്ടത്. താങ്ക് യു.